എന്താ എന്താ മോളെ? ഈ പച്ചക്കൊച്ചകത്തിരുന്ന് ഒച്ചുണ്ടാക്കിനെ ഡോക്ടർ പിടിച്ച് പുറത്താക്കി. അല്ല, ഈ ചേട്ടൻ എവിടെയോ നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ഈ ചേട്ടനാണ് ഗാനമേളക്ക് കുടങ്ങ പത്തി വെച്ച് ചെണ്ട കൊട്ടിയത്. ആ പച്ചനെ മനസ്സിലായ? ഈ കൊച്ചാണ് വില്ലുക്കാട്ട കിത്താർ തിരിച്ചു പിടിച്ചു വെച്ച് വായിച്ചത്. എന്തുട്ട്? കിത്താറ്. ഓ, അതാണല്ലേ കിത്താറ്. ഓ, നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കണത്. ഇത് ഇങ്ങനെയാണ് വായിച്ചത്. എന്തൊക്കെയാണെങ്കിലും കേട്ടാ വച്ചേ, ഉള്ളത് മൊത്തം നോക്കി പറയാമല്ല. ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടാ. ഗാനമേള അല്ല, കച്ചേരി. അത് നിങ്ങൾ കർണാട്ടിക്ക് പറയുമ്പോ, ഞങ്ങൾ ഈ മലയാളിക്ക് പറയുമ്പോ ഗാനമേള. കച്ചേരിയൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ രണ്ടുമൂന്ന് ഹിന്ദി പാട്ട് കൂടി പാടില്ല. ഇടക്കൊരു മിമിക്രി കൂടി ഉണ്ടായിരുന്നില്ല. അടിപൊളിയായനെ. പിന്നെ ഈ പക്കാമേളം എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ വായ കൊണ്ട് കാണിക്കല്ല. അപ്പൊ ഈ മദ്യപത്തി പിടിച്ചിട്ട് കാന്താരിയൊക്കെ പോരെടുപ്പിരിക്കും. അപ്പൊ പഞ്ചമേന്തി ഒന്ന് നിർത്തലുണ്ടോ? അപകടം ഉണ്ടായപ്പോ സഹായിച്ചതിനൊക്കെ നന്ദിയുണ്ട്. ഈശ്വരനോർത്ത് ഇത്തിരി സമാധാനം തരണം. വെറുതെ ഓരോന്ന് പറഞ്ഞ് സംഗീതത്തെ അവഹേളിക്കരുത്. നമ്മുടെ സംഗീതവാസന ഈ കിത്താറിസ്റ്റിന് പിടിക്കണില്ല കേട്ടാ. എന്നാ പിന്നെ ഈ പച്ചക്കൊച്ചിന് ഇച്ചിരി മനസമാധാനം കൊടുത്തു അല്ലേടാ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നേരെ ആ കാന്റീനിൽ പോയി ഒരു ചായക്ക് പണി കൊടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ബോധം വരുമ്പോ പറയണം കേട്ടാ. പുള്ളിക്കാരനോട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പള്ളിയങ്ങാടിക്ക് പോകാനുള്ളതാണ്. ബോധം വരുമ്പോ അറിയിക്കാം. നിങ്ങൾ ചെല്ല്. എങ്ങനെയുണ്ട് ഗായത്രി? ഏട്ടൻ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ നിന്നോട് സംസാരിച്ചിട്ട് പോയ കക്ഷി ഏതാ? അത് ആക്സിഡന്റ് ആയപ്പോ അവരാ തിരുമേനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിപ്പോ വലിയ ശല്യായിരിക്കുക. തിരുമേനിയെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട് ഇത്ര. ഇവിടെ എങ്ങുള്ള ആളല്ല. സ്ഥലപ്പേരെന്തോ പള്ളിയങ്ങാടി എന്നാ മറ്റാ പറഞ്ഞേ. കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? 2 പരിപ്പയുടെ ഒരു ചായ. അല്ല, അതിന് ഞാൻ ക്യാൻറ്റീനൊക്കെ ഒന്ന് മെനക്ക് വെച്ചൂടെ മാഷെ? എന്തൊരു ഈച്ചയാണ്. 2-3 ഉണക്കയും പുറത്തുനിന്ന് പുറത്ത് വെച്ചാ പോരാ. ഈ ഈച്ച കംപ്ലീറ്റ് അങ്ങോട്ട് പോകൂലേ മാഷേ? ഞാൻ ക്യാൻറ്റീൻ നടത്തുന്ന ആളല്ല, മേപ്പത്തൂർ തിരുമേനിയുടെ മാനേജരാ. ബോധം വീടാ മാഷെ? ബോധക്കേടൊന്നുമില്ല, മരുന്നിന്റെ സെഡേഷൻ കൊണ്ടുള്ള മയക്കോ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. അല്ല, അദ്ദേഹത്തിനോട് എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല, എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ് മാഷെ. നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടിൽ ചെന്നാ അമ്മ വീട്ടിൽ കയറ്റിയല്ലേ? പള്ളിയങ്ങാടിയിലെ ഏത് വീട്ടുകാരായിട്ട് വരും? അങ്ങനെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ. അതല്ല, വീട്ടുപേരെന്താ ചോദിച്ചത്? അയ്യേ, കുരിശ് വീടെന്ന് കേട്ടിട്ടില്ലേ? പണ്ട് കുരിശൂത്തം പൊട്ടി പുറപ്പെട്ടു തന്നെ അവിടുന്നല്ലേ. കുരിശ് വീട്ടിൽ വാവാന്ന് പറഞ്ഞാൽ ഏത് ചന്തപ്പിള്ളേർക്ക് അറിയാം. എന്ത് ചെയ്യുന്നു? തല്ലില്ലാത്തപ്പ കൃഷി ചെയ്യും. ഒന്നും മുണ്ടാണ്ടിരിക്കണം. അങ്ങനെയൊന്നുമില്ല മാഷെ. ഉള്ള മുതലൊക്കെ നോക്കി നടത്തണം. പിന്നെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഇല്ലാത്തവര് പറയണ പോലെ കൃഷിയാണെന്ന് വേണമെങ്കിൽ പറയാം.